ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ വീക്ക്ലി ചാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രെൻഡ് ലൈൻ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമുക്ക് ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കിവിടെ വരയ്ക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്ന എത്രമാത്രം നല്ലതാണെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഞാൻ അത്ര കോൺഫിഡൻ്റ് ഇല്ല. സോ എന്തായാലും ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാനതിനകത്ത് അത്രയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്കൊരു കാഴ്ചയ്ക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് വെക്കുകയാണ്. അതിന് ശേഷം ഞാൻ നേരെ നമുക്കിവിടെ എങ്ങനെയൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ നോക്കുകയാണ്. ഇത് കോവിഡിന് ശേഷം, കോവിഡിൻ്റെ ആ ഒരു സമയത്തെ ആ ഒരു ഡൗൺഫാളിന് ശേഷം അത്യുഗ്രമായിട്ട് മുകളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ ഈ വർഷത്തിൻ്റെ ആദ്യം 2024 ആദ്യ മാസങ്ങളിൽ തന്നെ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്കാണ് കയറിയിരിക്കുന്നത്. ഈ കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് താഴേക്ക് വന്നിരിക്കുന്നത്. അതായത് ഒക്ടോബറിന് ശേഷം, അതായത് റീസെൻ്റ് ആയിട്ട് ഒരു ഡൗൺഫാൾ വന്നതിന് ശേഷം അവിടെ നിന്നാണ് ഇപ്പം സ്റ്റോക്ക് നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പം സ്റ്റോക്കിൻ്റെ ഈ ഒരു പ്രൈസ് ലെവൽ ബിഹേവ് ചെയ്യുന്നത്. നമുക്കൊന്ന് സൂം ഔട്ട് ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്യൂ നോക്കുകയാണെങ്കിൽ 2017 മുതലുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏകദേശം നല്ല ഒരു റേഞ്ചിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഏകദേശം നല്ലൊരു സപ്പോർട്ട് ലെവൽ തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. പ്രൈസ് അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ റിവേഴ്സ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിനെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഈ ഒരു റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സപ്പോർട്ട് വരുന്ന ഏകദേശം ഇവിടെയായിരിക്കും. ആ സപ്പോർട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത വരുന്ന സപ്പോർട്ട് ഈ ഒരു റേഞ്ചിലേക്കാണ്, 94-95 രൂപ റേഞ്ചിലേക്കാണ് അടുത്ത രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത്. എന്തായാലും ഇത്രയും താഴേക്കൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോറോവർ ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രൈസിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ പ്രൈസിൻ്റെ CAGRലുള്ള ആ ഒരു ഡിഫറൻസിന് വേണ്ടി, അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഗ്രോത്തിലുള്ള ആ ഒരു ഡിഫറൻസ് എന്നതിലുപരി ഇതൊരു നല്ലൊരു ഡിവിഡൻഡ് സ്റ്റോക്കായിട്ടാണ് എനിക്ക് കണക്കാക്കുക. എൻ്റെ അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു അപ്രോക്സിമേറ്റ് 1000 അടുത്തോളം എനിക്ക് ഹോൾഡിങ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ കുറച്ച് കാലം മുമ്പ് വാങ്ങിച്ചിട്ടതാണ്. അപ്പം ഞാൻ ഡിവിഡൻഡ് സ്റ്റോക്ക് എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഡിവിഡൻറ്റും കിട്ടുന്നുണ്ട്. സോ ഞാൻ ആ ഒരു രീതിയിൽ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റീസെൻ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഹൈ ലെവലിൽ നിന്നും ഇപ്പോൾ പ്രൈസ് ട്രേഡ് ചെയ്യുന്ന ഈ ഒരു ലെവലിലേക്ക് ഏകദേശം എത്ര പെർസെൻറ്റേജ്, ഈ ഒരു റീസെൻ്റ് ഹൈയിൽ നിന്നും ഏകദേശം 33% നിലവിൽ ഒരു കുറഞ്ഞ റേറ്റിലാണ്. 33% ഡൗൺഫാളിലേക്ക് വന്നതിന് ശേഷം അവിടെ ഒരു കൺസോൾട്ടേഷൻ നിർത്തിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ശ്രദ്ധിച്ച് നോക്കിയൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിൽ സെല്ലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. അതായത് സെല്ലേഴ്സ് ഓരോ ദിവസം കഴിയും തോറും സെല്ലേഴ്സിൻ്റെ ഒരു അപ്പർ ഹാൻഡ് അവിടെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എങ്കിലും നമുക്കിവിടെ ഒരു ബയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് ഇവിടെ കാണാൻ പറ്റില്ല. അതൊരു വലിയൊരു പോരായ്മയായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ സെല്ലേഴ്സ് ഇവിടെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ നല്ലൊരു ഡൗൺഫാൾ ഇനിയും വരാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനിത് അടുത്തൊരു എൻട്രി ഞാൻ ഓൾറെഡി നിലവിലെടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ നേരത്തെയും കോൺഫിഡൻ്റ് ആയിരുന്നു. വീണ്ടും ഇപ്പം അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ കിട്ടിയതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ എൻട്രി എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ലോജിക്ക് പ്രകാരം പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡിൽ എൻട്രി എടുക്കുക. താങ്ക്